ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 തട്ടുകളിലായിട്ട് വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗൗണിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. ഈ ഒരു സാരിയിൽ നിന്നാണ് നമ്മൾ ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് അധികം പഴക്കമില്ലാത്തൊരു സാരിയാണ്. 1-2 വട്ടമാണ് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതിൽ നിന്നും നമ്മൾ ഇതിൻ്റെ ബ്ലൗസ് പോലും കട്ട് ചെയ്ത് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സാരി വെച്ചിട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഗൗൺ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. സാരിയുടെ സ്റ്റാർട്ടിംഗ് ആണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. അത് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമാണ്. അതിനുശേഷം പിന്നെ പ്ലീറ്റ്സ് വരുന്ന ഭാഗം അത് ഫുള്ളായിട്ട് ഹാഫ് പോർഷൻ തുടങ്ങിയാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത്. അതിനുശേഷം ലാസ്റ്റ് മുന്താണിയുടെ ഭാഗമാണ് ഫുള്ളായിട്ട് ഈ ഡോട്ട്സുകൾ വന്നിട്ട് ഫുൾ ഡിസൈനായിട്ട് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ബ്ലൗസിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കാം. ആ പീസ് കൊണ്ടാണ് നമ്മളെ ഗൗണിൻ്റെ യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ കരയുണ്ടല്ലോ അതും നമുക്ക് വേണ്ട, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. നമ്മുടെ ഗൗണിൻ്റെ സൈസ് വരുന്നത് 40 ഇഞ്ചാണ്, ലെങ്ത്ത് വരുന്നത് 54 ഇഞ്ചാണ്. ഈ 54നെ നമുക്ക് 3 ആക്കി സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം. നമ്മൾ ഗൗൺ 3 തട്ടുകളിലായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ 14 ഇഞ്ച് ആ ഭാഗമാണ് നമ്മളെ യോക്ക് പോർഷൻ. പിന്നെ അവിടെ നിന്ന് 25 ഇഞ്ച്, പിന്നെ 15 ഇഞ്ച്. കൂടെ തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കണം. പ്ലെയിൻ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യോക്ക് പോർഷനായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്നും വേസ്റ്റിലേക്കുള്ള ലെങ്ത്ത് അത് 14 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും. 14 ഇഞ്ച്, 13, 14, 15 ഒക്കെ എടുക്കാവുന്നതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കൂടെ തയ്യൽ തുമ്പും കൂടി എടുക്കണം. സൈസ് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 10 ഇഞ്ച്, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ ടോട്ടൽ 11.5 ഇഞ്ചാണ് നമുക്ക് 4 ആക്കി മടക്കിയിടുമ്പോൾ വീതി ആവശ്യമുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത പോർഷൻ വരുന്നത് 25 ഇഞ്ചാണ്, കൂടെ 1 ഇഞ്ചും തയ്യൽ തുമ്പും. അത് സാരിയുടെ മേൽഭാഗത്തു നിന്ന് തുടങ്ങി നമുക്ക് 26 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് 15+1 അങ്ങനെ 16 ഇഞ്ചിൽ താഴത്തെ പോർഷനും കട്ട് ചെയ്തെടുക്കാം. ഇവിടം വരെയാണ് 16 ഇഞ്ച് വരുന്നത്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത 14, 25, 15 ഇതെല്ലാം തന്നെ ഗൗണിൻ്റെ ലെങ്ത്താണ് വരുന്നത്. ഇനി നമുക്കിത് ഇതിൻ്റെ വിഡ്ത്ത് അറിയണം, അത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, യോക്കിൻ്റെ മെഷർമെൻറ്റുകൾ നോക്കാം. നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് തയ്യൽ തുമ്പടക്കം 15 ഇഞ്ചാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 10 ഇഞ്ച്, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 4 ആക്കി മടക്കിടുമ്പോൾ നമുക്ക് വേണ്ടത് ടോട്ടൽ 11.5 ഇഞ്ച് വീതിയാണ് വേണ്ടത്. നമ്മൾ എങ്ങനെ മടക്കുമ്പോഴാണ് ഈ 15 ഇഞ്ച് നീളവും 11.5 ഇഞ്ച് വീതിയും കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് 4 ആക്കി തുണിയെ മടക്കിയിട്ട് കൊടുക്കാം. ടോട്ടൽ ഞാൻ ഈ ഗൗണിന് വേണ്ടിയിട്ട് 3 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്കിൻ്റെ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായിട്ടുണ്ട്, പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. തുണി 4 ആക്കി മടക്കിയിട്ടിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത് 6.5 ആണ്. അത് തന്നെയാണ് ആം ഹോളും കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റ് സൈസ് വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചും, കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി ആ ഭാഗത്തെ വണ്ണം വരുന്നത് 36 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 9 ഇഞ്ചും, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. കൂടെ 1 ഇഞ്ച് ടക്കിനും വേണ്ടി കൊടുക്കണം. 1/2 ഇഞ്ചിൻ്റെ 2 ടക്കുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം, ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അതിനുശേഷം ആം ഹോൾ കർവും വരച്ചു കൊടുക്കണം. അത് ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് നമ്മൾ ചെസ്റ്റിലേക്കാണ് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി താഴ്ഭാഗത്തായിട്ട് സൈഡിൽ നമ്മൾ മേലേക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്താണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് എന്തായാലും ചെയ്യണം.
ലൈനിങ്ങും മെയിൻ തുണിയും നമ്മളിപ്പോൾ ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് നോക്കാം. നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് മെയിൻ പീസിൽ മാത്രമാണ്. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചും ബാക്ക് നെക്ക് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബാക്കും ഫ്രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ലൈനിങ്ങും നല്ല തുണിയും ഇതുപോലെ ഒരുമിച്ച് വെക്കുക. രണ്ടിൻ്റെ നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് ആക്കി വെക്കുക. എന്നിട്ട് നെക്കിന് ചുറ്റും ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻ വെച്ചിട്ടൊന്ന് സെക്യൂർ ആക്കി. ഇപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നെക്കിന് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉൾഭാഗം ഉണ്ടല്ലോ, ലൈനിങ്ങിൻ്റെ ഭാഗം വരുന്നത്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് നെക്കിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ. ശേഷം നമുക്ക് ലൈനിങ്ങിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അത് ഫ്രണ്ട് പീസിൽ മാത്രം ടോപ്പ് സ്റ്റിച്ച് ഇപ്പോൾ കൊടുത്താൽ മതി, ബാക്ക് പീസിൽ ഇപ്പോൾ കൊടുക്കണ്ട. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കാം. ഇനി രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, ഏറ്റവും ബാക്കിൽ വരുന്ന ഭാഗം, ആ ഭാഗത്തെ നമുക്കൊന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ടിലേക്ക് ഇതുപോലെ കൊണ്ടുവരാം. അതായത് ഫ്രണ്ട് നെക്കിനെ ഇതുപോലെ പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ 4 പീസ് ഉണ്ടാവും, 2 ലൈനിങ്ങും 2 നല്ല പീസും. അത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റോപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്തെടുക്കാം. 2 പീസും ഒരുമിച്ച് വെച്ചിട്ട് ബാക്കിലെ ലൈനിങ് ഫ്രണ്ടിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് നെക്കിനെ പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഷോൾഡറും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിനെ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, തയ്യൽ തുമ്പ് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ പീസും ലൈനിങ്ങും വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്തെ വീതി നോക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്നത് 22 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് നമ്മൾ ടക്കിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 21 ഇഞ്ച് എടുക്കാം. ഈ 21ൻ്റെ ഇരട്ടി തുണി വേണം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ തുണി എടുക്കാനായിട്ട്. അതായത് 42 ഇഞ്ച് നമ്മൾ തുണി എടുക്കണം മിനിമം. ഇനി നമുക്ക് കൂടുതൽ എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇടുന്ന പ്ലീറ്റ്സിനനുസരിച്ച് നമുക്ക് തുണി കൂടുതൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 58 ഇഞ്ച് വീതിയിലുള്ള 2 തുണികൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിനേക്കാൾ കൂടുതൽ തുണി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വേണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എടുത്തത് 58 ഇഞ്ചാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എടുക്കുന്നത് 70 ഇഞ്ചാണ്. അതായത് 70 ഇഞ്ചിൻ്റെ 2 പീസുകൾ വേണം നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട മെഷർമെൻറ്റ് കൈയുടെ വണ്ണവും അതുപോലെ തന്നെ കൈയുടെ നീളവുമാണ് എടുക്കേണ്ടത്. വണ്ണം നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ ആം ഹോൾ എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ 9.5. ഈ 9.5 ഇഞ്ചാണ് നമ്മൾ മടക്കിയിടുമ്പോൾ 9.5 ഇഞ്ച് നമുക്ക് വണ്ണം എടുക്കണം. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 17 ഇഞ്ചാണ്. കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്.
ആദ്യം തന്നെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മേലേന്ന് ആ 3.5 ഇഞ്ചിലേക്ക് നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോൾ കർവ് വെച്ചിട്ട് ആ ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ചിൽ ലൈൻ ഇട്ട് കൊടുക്കാം. താഴ്ഭാഗത്ത്, അതായത് സെൻട്രൽ പോയിന്റിൽ നിന്നും താഴേക്ക് ആം ഹോൾ കർവ് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് താഴേക്ക് വരുന്നതാണ് നമ്മുടെ തയ്യൽ തുമ്പ്. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് നോക്കാം. 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക, 5.5, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് ഈ പോയിന്റുകളെല്ലാം നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ യോക്കായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിലെ 2 പീസിലും ബാക്കിലെ 2 പീസിലും ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടും മൂന്നാമത്തെ പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് വേണം നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫ്രണ്ടിലെ 2 പീസും ബാക്കിലെ 2 പീസും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്കുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ യോക്ക് പോർഷനിൽ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്നും 4 ഇഞ്ച് നീങ്ങിയിട്ട് 3.5 ഇഞ്ച് നീളത്തിലാണ് 2 ടക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് യോക്ക് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കണം. താഴ്ഭാഗത്ത് ലൈനിങ് നമ്മൾ 4 മടക്കിയിട്ടിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ മേൽഭാഗത്തെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മളെ യോക്കിൻ്റെ പോയിൻ്റാണ് അവിടെ കൊടുക്കേണ്ടത്. ലൈൻ മോഡലിലാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിനുള്ള ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി ഉള്ള ലൈനിങ് നമ്മൾ ഫുള്ളായിട്ട് ഇതിന് എടുക്കുന്നുണ്ട്. മേൽഭാഗത്തു നിന്ന് ടേപ്പ് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് താഴ്ഭാഗത്ത് നല്ല വീതി കിട്ടുന്ന രീതിയിൽ മാക്സിമം ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി യോക്കിലേക്ക് താഴത്തെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ഭാഗം കൂടി ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡിൽ നിന്ന് ആ സൈഡ് വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാനുള്ളത്. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പുണ്ടല്ലോ, അതിനോട് ചേർത്ത് വേണം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാൻ. ഇതുപോലെ 2 അറ്റവും ഒരുമിച്ച് വെച്ച് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ തയ്യൽ തുമ്പ് പുറത്ത് കാണില്ല. ഇപ്പോൾ കണ്ടില്ലേ, തയ്യൽ തുമ്പെല്ലാം തന്നെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഒട്ടും തന്നെ പുറത്തേക്ക് കാണില്ല. സ്ലീവിനുള്ള ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ നല്ല ഭാഗവും ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും കൂടി ചേർത്ത് വെക്കുക. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ലൈനിങ്ങിനെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി സ്ലീവിന് ചുറ്റും ലൈനിങ് ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗൗണിൻ്റെ നല്ല ഭാഗത്ത് സ്ലീവിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. അതായത് സെൻറ്റർ നോക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്കും സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് സൈഡ് ജോയിൻ ചെയ്യലാണ്. അതിനുശേഷം താഴ്ഭാഗത്തും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ബാക്കിൽ നമ്മളൊരു കെട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമുള്ള 2 പീസുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മേൽഭാഗത്തും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് നല്ല ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. യോക്കിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നമ്മൾ കെട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഗൗണിൻ്റെ നല്ല ഭാഗമാണ്. ഗൗണിൻ്റെ ചീത്ത ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഫുള്ളായിട്ട് സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. അതിനുശേഷം താഴ്ഭാഗവും നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.